ഹായ്, നമുക്കിന്നൊരു ഇലയപ്പം ഉണ്ടാക്കാം. ഞങ്ങൾ ഇവിടെ ഇലയപ്പം എന്നല്ലേ പറയുന്നത്. പലയിടത്ത് പല പേരാണ് പറയുന്നത്. ഇലയട, വത്സൻ. ഞങ്ങളിവിടെ ഇലയപ്പം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ ഇലയപ്പം എപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ ഒരാളെ ഓർക്കും. ഇലയപ്പം ഉണ്ടാക്കുമ്പോഴും തിന്നുമ്പോഴും ഒക്കെ. വേറെ ആരുണ്ടാക്കി തന്നാലും എനിക്ക് ആ ആളുണ്ടാക്കുന്നതിൻ്റെ രുചി വന്നിട്ടില്ല. എൻ്റെ ചാച്ചൻ്റെ പെങ്ങാൻ്റെ അപ്പി ഷോപ്പി ഉണ്ടാക്കി തരും കേട്ടോ ഇലയപ്പം. നല്ല രുചിയായിരുന്നു അതിന്. അത് വേറെ ആരുണ്ടാക്കിയാലും അതിൻ്റെ രുചി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഗർഭിണിയായിട്ട് ഇരുന്നപ്പോഴും തിന്നാൻ കൊതിച്ച ഒരു എണ്ണത്തിൽ ആ ഇലയപ്പം ഉണ്ട്. അപ്പം ഞാൻ ഓരോ ജോലി ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പം എന്നെ അത് എപ്പോൾ ചെയ്താലും ആരെങ്കിലും ഓർക്കും. ചില ജോലികൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഈ അരി കഴുകുന്നപ്പം ഞാൻ എൻ്റെ അമ്മച്ചിയെ ഓർക്കും. പിന്നെ പച്ചരി, നമ്മൾ അരി അരയ്ക്കാൻ വേണ്ടി പച്ചരി കഴുകുമല്ലോ, ആ സമയം ഞാൻ എൻ്റെ കുഞ്ഞമ്മയെ ഓർക്കും. ഇതിനെല്ലാം പിന്നെ ഓരോ കഥകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഓർക്കുന്നത്. അതിനി എന്തുവാ